കാരണം ദൈവത്തിൻ്റെ വചനം ആത്മാവാണ്. യോഹന്നാൻ 6:63 പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഇത് ഇവിടെയുള്ള ബൈബിൾ പണ്ഡിതന് മനസ്സിലാകത്തില്ല. വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചാൽ നിനക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല, വലിയ പഠനമൊന്നും ആവശ്യമില്ല, ആ ഇ എന്ന് എഴുതാൻ ആവശ്യമില്ല, ABCD പഠിക്കണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ആത്മാവിലേക്ക് സംസാരിക്കും. വീണ്ടും ജനിക്കണം, രക്ഷ പ്രാപിക്കണം. അതുവരെ ജീവനിൽ നിന്നും നമ്മൾ അകറ്റപ്പെട്ടു പോയിരിക്കുക. അതാണ് പാപത്തിൻ്റെ ശമ്പളം, മരണമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. ആ മരണം നമ്മൾ അനുഭവിച്ചേ മതിയാവൂ. ആ മരണത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ യാതൊരു നിവൃത്തിയുമില്ല. ഞാൻ അത്തിയല കൊടുത്തതുകൊണ്ടോ, ഞാൻ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചത് കൊണ്ടോ, ചില നേർച്ച കാഴ്ചകൾ നടത്തിയത് കൊണ്ടോ, ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ, ചില മനുഷ്യ വ്യക്തികളോട് പ്രാർത്ഥിച്ചത് കൊണ്ടോ, ഞാൻ കാണിക്കുന്ന ഒരു മാർഗത്തിലൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന നിത്യമായ മരണത്തിൽ നിന്നും എനിക്ക് മോചനമില്ല. ഒരു മാർഗമുണ്ട്. എൻ്റെ ശിക്ഷ മറ്റൊരാൾ ഏറ്റെടുക്കണം. എൻ്റെ ശിക്ഷ മറ്റൊരാൾ ഏറ്റെടുക്കണം. ആ മറ്റൊരാൾ ഏറ്റെടുക്കുന്നതാണ് പറുദീസായിൽ വെച്ച് ദൈവം ഒരു മൃഗത്തെ കൊന്നപ്പോൾ ദൈവം പറഞ്ഞത്, നിനക്ക് പകരം ഒരാൾ മരിക്കണം. കാലത്തിൻ്റെ തികവിൽ യേശുവാകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വന്നപ്പോൾ യോഹന്നാൻ മാന്താനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം നീക്കുന്നവൻ, മറച്ചു വെക്കുന്നവനല്ല, താൽക്കാലികമായിട്ടല്ല, എന്നേക്കുമായിട്ട് നിനക്ക് വന്നിരിക്കുന്ന ആ പാപം നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എഫേസോസിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇൻ ഹിം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അവൻ്റെ രക്തത്തിലൂടെ മാത്രമേ നമുക്കൊരു വീണ്ടെടുപ്പുള്ളൂ. ആ യേശുവിന്, ദൈവത്തിൻ്റെ നീതി ആകുന്ന യേശു, 2 കോരിന്തോസിന്റെ 5:21 പറയുന്നു, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മൾ വായിച്ചു കേട്ടതുപോലെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകാൻ വേണ്ടി പാപമില്ലാത്തവനായ യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ എനിക്ക് പകരം ഒരാൾ മരിക്കണം. എനിക്ക് പകരം മരിക്കേണ്ടവൻ ശിക്ഷയ്ക്ക് അർഹനായിരിക്കരുത്. ഇവിടെയുള്ള ഈ ജനം, അവരെല്ലാം ശിക്ഷയ്ക്ക് അർഹരാണ്. ഇവിടെയുള്ളവർ മുഴുവനും ശിക്ഷയ്ക്ക് അർഹരാണ്. ഇവരാരും എനിക്ക് വേണ്ടി പകരം മരിച്ചാൽ ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. കാരണം ഞാൻ ജന്മനാലേ ശിക്ഷിക്കപ്പെട്ടവനാ. അപ്പൊ പിന്നെ എനിക്ക് വേണ്ടി പകരം എൻ്റെ സ്ഥാനം എടുക്കണമെങ്കിൽ എന്നെപ്പോലെ അല്ലാത്തൊരുവൻ, എന്നാൽ ഒരു മനുഷ്യൻ, പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ വരണം. ഇവിടെയാണ് ദൈവം ആദ്യത്തെ സൃഷ്ടിയാകുന്ന ഈ ആദത്തിൽ പിറന്ന ഞാനും നിങ്ങളും, ആദത്തിൽ വന്ന നമ്മൾ, ദൈവത്തിന് മുമ്പിൽ യൂസ്ലെസ് ആയ നമ്മളെ യൂസ്ഫുൾ ആക്കാൻ വേണ്ടി രണ്ടാമതൊരു ആദത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചു. നേരത്തെയുള്ള എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവം സൃഷ്ടിച്ചത് ഒരു മനുഷ്യനെയാണ്. ഒരു മനുഷ്യൻ, ദൈവത്തിന് ഒരു മനുഷ്യനാണ്. ആ ഒരു മനുഷ്യനിലൂടെയാണ് മനുഷ്യരാശി പെരുകി വർദ്ധിക്കേണ്ടത്. ആ ഒരു മനുഷ്യൻ, ആദ്യത്തെ ആദം, പാപം ചെയ്ത് പെരുകി വർദ്ധിച്ചത് ദൈവത്തിന് യൂസ്ലെസ് ആയിട്ടുള്ള ഈ ആദ്യത്തെ സൃഷ്ടി, അതിനെക്കൊണ്ട് ദൈവത്തിന് യാതൊരു വിശേഷവുമില്ല. എന്നാൽ അതിനെ ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടി
ദൈവം രണ്ടാമതൊരു മനുഷ്യനെ അയച്ചതാണ് സ്വർഗത്തിൽ നിന്ന് വന്ന മനുഷ്യൻ. ആദ്യത്തെ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും വന്ന് ഈ മണ്ണിൽ നിന്നും മെഞ്ഞെടുത്തെങ്കിൽ രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് വന്ന മനുഷ്യനാണ്. സാക്ഷാ ദൈവത്തിൻ്റെ പുത്രൻ. അവൻ ഈ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി ഞാനും നിങ്ങളും വന്ന മാർഗത്തിലൂടെ ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെ വന്നു. എന്നാൽ ഈ പാപം നിറഞ്ഞ മനുഷ്യൻ്റെ ബീജം സ്പർശിക്കാതെ, ഒരു പുരുഷൻ്റെ സ്പർശനമേൽക്കാതെ, ഒരു കന്യകയായ ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെ മനുഷ്യപുത്രൻ ആയിട്ട് കടന്നു വന്നു. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചു. പാപം എന്നൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളെപ്പോലെ എല്ലാ വിധത്തിലും പ്രലോഭനം വന്നിട്ടുണ്ട്, പ്രലോഭിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാപം ചെയ്തിട്ടില്ല. പാപം അറിയാത്തവൻ, ഈ മനുഷ്യൻ്റെ മുഴുവനും പാപം അവൻ ഏറ്റെടുത്തു. എൻ്റെയും നിങ്ങളുടെയും ശിക്ഷയായ മരണം, നിത്യമായ മരണമാണ് ഈ കാണുന്നത്. അവൻ ശരീരത്തിൽ മരിച്ചു കിടക്കുന്നതിനേക്കാൾ വലിയൊരു മരണം സംഭവിച്ചിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് വായിക്കാൻ പറ്റും. ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തിനെന്നെ കൈവിട്ടു? മൈ ഗോഡ്, മൈ ഗോഡ്, വൈ ഹാസ് ദൗ ഫോർസേക്കൻ മീ? ദൈവം കൈവിട്ടു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മാവാകുന്ന മനുഷ്യൻ, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം തൻ്റെ ദൈവികത്വം മാറ്റിവെച്ചിട്ട് മനുഷ്യനായി അവതരിച്ചപ്പോഴും ഈ മനുഷ്യ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ടു. കാരണം നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. ആദത്തിൻ്റെ പാപത്തിലൂടെ ആത്മീയമായിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോയ മനുഷ്യൻ, നിത്യമായ മരണം, ആത്മീയ മരണമാണ് യേശു ഏറ്റെടുത്തത്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ എന്നേക്കുമായിട്ട് ആ കുരിശിൽ കിടന്നുകൊണ്ട് ആത്മാവിൽ ആ സമയത്ത് ദൈവം കൈവിട്ടു. എന്തുകൊണ്ട് ദൈവം കൈവിട്ടു? ദൈവം സ്നേഹമാണ്, ദൈവം വിശുദ്ധനാണ്, പാപം അശുദ്ധമാണ്. വിശുദ്ധനായ ദൈവത്തിന് പാപവുമായിട്ട് കൂട്ടായ്മ പറ്റത്തില്ല. അതുകൊണ്ടാണ് പർദീസായിൽ വെച്ച് പാപം ചെയ്ത മനുഷ്യൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിട്ടുപോയി. ഈ മനുഷ്യന് ഏത് മതമാണെങ്കിലും, ഏത് സഭയാണെങ്കിലും, ഏത് ക്രിസ്തു മതമാണെങ്കിലും, എന്തെല്ലാം നന്മ നീ ചെയ്താലും നിനക്ക് ദൈവവുമായിട്ട് കൂട്ടായ്മയില്ല. നിനക്ക് ദൈവത്തോടെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൽ നിന്നും യാതൊന്നും ലഭിക്കുന്നില്ല. കാരണം ദൈവത്തിൽ വിച്ഛേദിക്കപ്പെട്ടു പോയി. അതാണ് മരണം. ആ മരണം വരാൻ കാര്യം പാപമുള്ളതുകൊണ്ട്. അപ്പം എൻ്റെ പാപമില്ലാത്ത ഏറ്റെടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പം ഇപ്പൊ കാണുന്നത് പാപമാണ്. ഈ കിടക്കുന്നത് എൻ്റെ പാപമാണ്. ഈ കിടക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണെങ്കിലും മനുഷ്യനായി അവതരിച്ച് പാപമില്ലാത്ത ഈ യേശു, നിഷ്കളങ്കയായ ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു, പാപമില്ലാത്തവൻ, എൻ്റെയും നിങ്ങളുടെയും പാപം ഏറ്റെടുത്തപ്പോൾ ഇത് പാപമാണ്. ദൈവത്തിന് പാപവുമായിട്ട് കൂട്ടായ്മയില്ല. അതുകൊണ്ട് ദൈവം മുഖം തിരിച്ചു കളഞ്ഞു. ആ സമയത്താണ് വിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തിന് എന്നെ ഉപേക്ഷിച്ചു?